അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഞാനിന്നേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കണ ഒരു നൈറ്റി ഉണ്ടല്ലോ, നമ്മുടെ ഫ്രോക്ക് നൈറ്റി എന്നൊക്കെ പറയുന്ന സംഭവം, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് പോണത്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ, നേവി ബ്ലൂ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ വൈറ്റ് കളറൊക്കെ ചെയ്തിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം മെറ്റീരിയൽ എത്രയുണ്ട് എന്നൊന്ന് അളന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3:20 അത്രയും ലെങ്ത്തുള്ള മെറ്റീരിയലാണ്. അത് വെച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് അത്യാവശ്യം ലെങ്ത്തൊക്കെ കിട്ടും. എന്താണെന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ നൈറ്റി മെറ്റീരിയലൊന്നും അവിടെ നിവർത്തിയെടുക്കുക. നമുക്ക് തികയണമല്ലോ, തികയാണ്ട് പോകരുതല്ലോ, തയ്ച്ച് വെട്ടിക്കഴിഞ്ഞിട്ട് തികയാണ്ട് പോകരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരു 44 ഇഞ്ച് 44 സൈസിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിനൊന്ന് നീളത്തിലൊന്ന് മടക്കിയിടാം. മടക്കിയിട്ടിട്ട് നമുക്ക് ബോഡി പാർട്ട് വേണം, താഴത്ത് ഫ്രില്ല് വെക്കാൻ വേണം, പിന്നെ സ്ലീവ് വേണം. അതിനൊക്കെ തികയുണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നീളത്തിൽ മടക്കണം. അപ്പോൾ ഞാൻ ഇത് വീഡിയോ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ സെയിൽ തുടങ്ങുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരും. പിന്നെ ആ ഒരു മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ ആളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ അവർക്കും ഒരു വരുമാനമാവും, നമുക്കൊരു ഉപകാരമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് നീളത്തിൽ മടക്കിയിട്ടതിന് ശേഷം നമ്മളിത് എത്ര ഇഞ്ച് ലെങ്ത്ത് ഉണ്ടെന്ന് നോക്കണം. അതിന് ശേഷം നമുക്ക് ബോഡി ലെങ്ത്ത് ഇപ്പോൾ ഒരു 40 ഇഞ്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ വരുന്ന ഫ്ലെയർ ഉണ്ടല്ലോ, അതായത് ഫ്രില്ല് വരണത്, ഫ്രില്ല് ഒരു 8 ഇഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താവും, ബോഡി ലെങ്ത്ത് 40ഉം പിന്നെ 8 ഇഞ്ചും കൂടെ വരുമ്പോഴത്തേക്കും 48 ഇഞ്ച് ഇറക്കം കിട്ടും. അപ്പോൾ അങ്ങനെ മതി എന്നൊക്കെ ഉള്ള ഇതിൽ ഒരു 2 ഇഞ്ച് കൂടെ കൂടട്ടെ എന്ന് കരുതി 42 ഇഞ്ചാണ് ഞാനിപ്പോൾ അളന്നെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രില്ലിൻ്റെ അളവൊന്ന് നോക്കാം. പിന്നെ ബാക്കിലേക്കുള്ള വള്ളി വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3:20 ബിറ്റാണിത്. 3:20 ആണെങ്കിൽ നമുക്ക് നല്ല ലെങ്ത്തിൽ കിട്ടും കേട്ടോ. ഞാനിത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 52 ഇഞ്ച് ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം 52-53 ഇഞ്ച് ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രോക്ക് പോലെ എല്ലാം നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. 44 ഇഞ്ച് സൈസിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ ഒരു വെള്ള തുണി അപ്പുറത്തെ സൈഡിലിരിക്കണുണ്ടോ, അത് ഞാൻ ഇതിന് കോളർ വെക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഇതിൽ വെള്ള ഡോട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് വെള്ള വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അളന്നൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അളക്കുകയാണ്. അത് ഞാൻ ചെക്ക് ചെയ്തതാണ്. പിന്നെ അളക്കണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ 42 ഇഞ്ച് കഴിഞ്ഞ് 44 ഇഞ്ചിൽ എടുക്കണ്ടേ കേട്ടോ. 42 ഇഞ്ചാണ് ഫസ്റ്റ് ഉദ്ദേശിച്ചെങ്കിൽ ഇപ്പം ഞാൻ 44 ഇഞ്ചിലാണ് ബോഡി പാർട്ട് എടുക്കുന്നത്. ഇനി താഴേക്കുള്ള ഫ്രില്ലും കൂടെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മൾ ക്ലാസ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കും ഉണ്ട്, അഡ്വാൻസും ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മൾ ബോഡി പാർട്ടിനുള്ള പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബാലൻസ് പീസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫ്രില്ല് ഇങ്ങനെ മൂന്ന് ഫ്രില്ലായിട്ട് കിട്ടണേ നമുക്ക്. അല്ല, ഫ്രില്ലിനുള്ള തുണി 3 പീസായിട്ട് കിട്ടണം. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഞാൻ വള്ളിക്ക് ഉദ്ദേശിക്കാതെയാണ് കേട്ടോ വള്ളി എടുക്കാതെയാണ് നോക്കിയത്. ഇതിപ്പോൾ നോക്കിയപ്പോൾ 12 ഇഞ്ചോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വള്ളി മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് 3ആക്കി ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് തന്നെ വള്ളി എടുക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഫസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിനൊന്നും തുണിയില്ലാണ്ട് ആയിപ്പോവും, മെറ്റീരിയൽ തികയാണ്ട് ആയിപ്പോവും. പിന്നെ നിങ്ങൾക്ക് 2 മിക്സ് ആൻഡ് മാച്ച് ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മിക്സ് ആൻഡ് മാച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രില്ല് വേറെ കളറ്, കോളറ് മറ്റേ അതിൻ്റെ പീസ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സെയിം ആ മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 പീസും 1.5 ഇഞ്ച്, അപ്പോൾ 3 ഇഞ്ച് കട്ട് ചെയ്തെടുത്തു. ഇനി അത് 2 ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വള്ളി ഇത്തിരിയും കൂടെ വീതി വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി, അത്യാവശ്യം വള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് മതി എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു അളവിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ നൈറ്റിയൊക്കെ ചെയ്ത് നോക്കിയായിരുന്നോ? കുറേ വീഡിയോസ് വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക,
കുറേ വീഡിയോ ഇടാണ്ടായിപ്പോവുകയും സമയം തെറ്റിപ്പോവുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു മോഡൽ നമ്മുടെ ചാനലിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് വൈകിയിട്ടുണ്ട് അല്ലേ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ചാനൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആണെങ്കിലും കുഴപ്പമില്ല, ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പം നമ്മുടെ പുതിയ സംരംഭം ഇത് സെയിൽ ചെയ്യണത് അത് നമ്മുടെ മറ്റേ ചാനലിലായിരിക്കും കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. ഒരു പീസായിട്ട് ഒരു പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പിന്നെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ്റെ താഴ്ഭാഗത്തുള്ള ഫ്രില്ലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു 10 ഇഞ്ച് വീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ തയ്യൽ തുമ്പൊക്കെ പോയിട്ട് ഒരു 8 ഇഞ്ച് നമുക്ക് എന്തായാലും ഫ്രില്ലിന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 8 ഇഞ്ച് ഫ്രില്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ചിൽ ഇങ്ങനെ മുറിച്ചെടുത്തേക്കാം കേട്ടോ. പിന്നെ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ബോഡി പാർട്ട് മാറ്റി വെച്ചിട്ട് വള്ളി മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രില്ല് മുറിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നോക്കി നമ്മുടെ ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നൈറ്റി വെട്ടണ പോലെ തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ബോഡി പാർട്ട് എടുക്കുക, ഷോൾഡർ, കൈക്കുഴി, ചെസ്റ്റ്, വേസ്റ്റ് ഇതൊക്കെ കട്ട് ചെയ്യുക. ഇത് എവിടെ നിന്ന് എടുക്കും ഈ പീസുകൾ എന്നുള്ളൊരു ഡൗട്ടായിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പീസുകൾ ആദ്യം എടുത്ത് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അതാ നോക്കി, ഇനി നമുക്കിത് 4 മടക്കിയിട്ടിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് ഇട്ടേക്കണത്. മടക്കി എന്നാലല്ലേ നമുക്ക് കൈ ആ മടക്ക് ഭാഗത്ത് നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാണ് വെള്ളത്തുണി ഞാൻ എടുത്തു വെച്ചത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. വൈറ്റ് അതിലേക്ക് നല്ല മാച്ചാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ആ വെള്ള മെറ്റീരിയൽ നല്ലതാണ്. പിന്നെ ഒരു അക്കോബ മെറ്റീരിയൽ കിട്ടിയപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കോളർ വെച്ചത് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതാ നോക്കി, നമ്മുടെ ടോപ്പ് നല്ല നീറ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ കുർത്ത ടോപ്പൊക്കെ തയ്ക്കണ ഒരു മെത്തേഡ് തന്നെയാണ്. പിന്നെ കൈ എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്, എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. 3/4 വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ മെറ്റീരിയലിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ജോയിൻ്റ് ഇട്ടിട്ടൊക്കെ വേണമെങ്കിൽ സൈഡിൽ നിന്ന് എടുക്കുന്ന പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 7.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തത്. ഇനി ഒരു 8.5 ഇഞ്ച് കൈക്കുഴി കൊടുക്കേണ്ടത്. 8 ഇഞ്ച് മതി, നൈറ്റി ആയതുകൊണ്ടാണ് ആ റേഞ്ച് കൂടുതൽ കൊടുത്തത്. ചുരിദാറാണെങ്കിൽ നമ്മൾ 8 ഇഞ്ചേ കൊടുക്കുള്ളൂ കേട്ടോ. 7.5 ഷോൾഡർ കൊടുത്താൽ 8 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴി കൊടുക്കുന്നത്. ഇനി ചെസ്റ്റ് അളവ് 44 ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ ഓർത്തത്, ഇത് നൈറ്റി ആണല്ലോ. അപ്പോൾ ബാലൻസ് നമ്മളെപ്പോഴും ചുരിദാർ തയ്ക്കണോണ്ടേ ആ ഒരു രീതിയിലേക്ക് പോകണമാണ്. 1 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹാഫ് ലെങ്ത് നമുക്ക് എത്രയാണ് വേണ്ടത് നോക്കാം. 15 ഇഞ്ച് ഹാഫ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇറങ്ങി കിടന്ന ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നൈറ്റിയുടെയൊക്കെ കുറച്ചൊന്ന് കയറി നിൽക്കണം വേസ്റ്റ് ഭാഗം, എന്നാലാണ് അതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വള്ളിയും വെക്കണമല്ലോ. അപ്പോൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് എടുക്കാം. ആം ഹോളും കണക്ട് ചെയ്യുക. താഴേക്കൊക്കെ നമ്മൾ സാധാരണ നൈറ്റിക്ക് വരക്കണ പോലെ തന്നെ ഒരുപാട് അങ്ങ് കുഴിച്ച് വരക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയർ കുറഞ്ഞു പോരുത്. ഞാനിതിപ്പോൾ പറഞ്ഞില്ലേ 44 സൈസിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ബാക്കൊക്കെ ഉള്ളവരാണെങ്കിലും അവിടെ ഫിറ്റായിട്ട് ഒന്നും ചെയ്യരുതല്ലോ. അപ്പോൾ ഇതാ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഇപ്പുറം വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ കൈക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടി അങ്ങനെ മുറിച്ചങ്ങ് കളയരുത്. അപ്പോൾ ഇത് നമുക്ക് കൈ എടുക്കാനുള്ളതാണ്. കൈയും കുറച്ച് വീതിയിൽ എടുക്കണേ. അതായത് നമ്മുടെ കൈയിൻ്റെ വീതി ഇപ്പോൾ ഒരു എടുക്കുന്നതിനേക്കാൾ ഒരു 2-3 ഇഞ്ച് കൂടുതൽ എടുക്കണം. നമുക്ക് എലാസ്റ്റിക്കൊക്കെ വെച്ച് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ഈ സൈഡ് കണ്ടോ, ഇതിങ്ങനെ കുറച്ചൊന്ന് ബൾജ് ചെയ്ത് നിൽക്കണം കണ്ടോ. അതിപ്പോൾ നൈറ്റി തയ്ച്ചാലും ആ ബൾജിങ് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒന്ന് നേരെയാക്കി വരച്ച് കൊടുക്കാം. ഞാൻ ചോക്ക് എടുക്കട്ടെ. അതായത് ഇവിടെ ഇങ്ങനെ നേരെയാക്കി വരച്ചിട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീറ്റായിട്ട് അവിടെ വരും കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കില്ല. നല്ല മെലിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ അത്രയും ഇങ്ങനെ ഇതാക്കേണ്ട, താഴേക്ക് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 44 സൈസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം, ബാക്കിൽ വള്ളി കൊടുക്കാനുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ.
കുറച്ച് പണിയേ ഉള്ളൂ, കുറച്ച് ആ ഫ്രില്ലിടുന്നത് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു വർക്ക് ഇതിൽ. പക്ഷേ നല്ല ഭംഗിയാട്ടോ. ഈ ഒരു കുർത്തിയൊക്കെ ആണെങ്കിലേ ടീനേജേഴ്സായ കുട്ടികൾക്കൊക്കെ സിബ് വെക്കണമെങ്കിൽ നമുക്ക് സിബ് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടല്ലോ ഈ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ നൈറ്റ് ഇടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ലതാട്ടോ. ഇതൊക്കെ ഞാൻ മുന്നേ നമ്മുടെ ഷോപ്പിൽ തയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇത് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്. കോളർ വെച്ചിട്ടുള്ള ഇങ്ങനെ ഫ്രോക്ക് പോലത്തെ നൈറ്റി, ബാക്കിൽ കെട്ടുള്ളത്, 3 പീസ് ആയിട്ടുള്ള നൈറ്റിയൊക്കെ നമ്മുടെ ഷോപ്പിൽ തയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ, ഓർഡർ വരുന്നതിനനുസരിച്ചേ. അപ്പോൾ ഇത് ഞാൻ കൈക്കുഴിയും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഒരു വി നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ടൊരു വി അല്ല, ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാ കഴുത്തിൻ്റെ അകലം നമുക്ക് എത്ര വേണമെന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരു 3.25 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സാധാരണ ഈ ഒരു അളവിൽ ഞാൻ 3.5 ഇഞ്ചാണ് നെക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഒരു 5.5 ഇഞ്ച് ഇറക്കവും കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഇറങ്ങി പോകരുതിട്ടാ, കാണാൻ ഭംഗി ഉണ്ടാവില്ല. കഴുത്ത് കോളർ വരണതല്ലേ, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. റൗണ്ട് അല്ല കേട്ടോ, റൗണ്ട് ആകുമ്പോൾ ഇങ്ങനെ കയറി വരച്ച് വരുമല്ലോ. റൗണ്ട് നല്ലോണം യു ഷേപ്പ് വരുമല്ലോ, അതായത് ഇതുപോലെ. അപ്പോൾ അതുപോലെയൊന്നും വേണ്ട, ഒരു ഓവൽ ഷേപ്പിൽ മതി കേട്ടോ നെക്ക് വെട്ടണത്. അതായത് നമ്മൾ ഈ ചെയ്യണ ആ ഒരു കോളറിന് അതാണ് ഭംഗി ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്തേക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് കളയണ പീസ് കളയരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബാക്ക് പീസിന് നെക്കിൻ്റെ വീതിയൊക്കെ നോക്കാൻ ആവശ്യമുണ്ടാകും, അല്ലെങ്കിൽ പിന്നെ അത് ഇരുന്ന് അളക്കേണ്ടി വരും. ഇതാകുമ്പോൾ എളുപ്പമാണ്. ആ പീസ് വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസ് റെഡിയാക്കി എടുക്കാം, ബാക്കിലെ നെക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പീസ് ഉപയോഗിച്ച് നമുക്ക് ബാക്കിലെ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കാമല്ലോ. ഇറക്കം മാത്രം നമുക്ക് അളന്നാൽ മതിയല്ലോ. അത് ഈ ഒരു ഷേപ്പാണ് കേട്ടോ നമുക്ക് നെക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യണതാണ്, ബിസിനസ്സായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നെക്ക് കട്ട് ചെയ്ത് കളയണ പീസ് ഒന്നും കളയരുത്, എല്ലാം എടുത്ത് വെച്ചേക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് നെക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് പല മോഡലുകൾ കട്ട് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മൾ ആ പീസ് വെച്ചിട്ട് കഴുത്തിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇറക്കം എത്ര വേണമെന്ന് വെച്ചാൽ ഞാനൊരു 2 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് ഇത് കോളർ വെച്ചിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് ഇറക്കം കൊടുത്തത്. അല്ലെങ്കിൽ 3-3.5 ഇഞ്ച് വരെയൊക്കെ കഴുത്തിന് ഇറക്കം കൊടുക്കാം കേട്ടോ. അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറയണേക്കെ മനസ്സിലാവണുണ്ടോ? മനസ്സിലാവണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണമാണ് നമ്മുടെ ചാനലിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ടേ കുറച്ചൊന്ന് വിഷമമായിട്ട് കിടക്കണം. വിഷമിച്ചാണ് ഇപ്പോൾ കയറി വരുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെള്ള പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോളർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് ആ മടക്ക് ഭാഗത്താണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നീറ്റായിട്ട് മടക്കിയിടാൻ വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തൊക്കെ എടുത്തോ. ഞാനിപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് കുഴപ്പമില്ല, നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ വെക്കാൻ പറ്റിയ ലേസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാനിനി എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ വി ഷേപ്പിലും റൗണ്ട് ഷേപ്പിലൊക്കെ ലേസ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പമാണ്. പക്ഷെ അതിനുള്ള എക്സ്പെൻസും കൂടെ വരുമെന്നുള്ളൂ. അതനുസരിച്ച് നമുക്കിപ്പോൾ സെയിൽ ചെയ്യണമെങ്കിൽ കൂട്ടി വാങ്ങിക്കാവുന്നതാണ്. ലേസൊക്കെ ആകുമ്പോഴേ ഈ ഒരു ഷേപ്പിലുള്ള ലേസൊക്കെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതുപോലുള്ള ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫ്രോക്കിന് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ കഴുത്ത് ഞാൻ ആ ഒരു കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ഇഞ്ച് അകലം ഇട്ടിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ സൈഡിലൂടെ, അതായത് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ നൈറ്റിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക യോക്ക് പീസൊക്കെ വെക്കൂലേ, അതുപോലെ. അത് കഴിഞ്ഞിട്ടാണ് ഇത് കോളറാക്കി മാറ്റണം കേട്ടോ. അപ്പോൾ ദാ കറക്റ്റായിട്ടത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീഡിയോ കുറച്ച് ദൂരെയായി പോയോ? ഞാനൊന്ന് അടുപ്പിക്കാൻ നോക്കാം കേട്ടോ. നോക്കട്ടെ, ഞാനൊന്ന് വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരില്ലാത്ത സമയത്ത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് സൂം ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്യാമറ അവിടെ സ്റ്റാൻഡിൽ വെച്ചേക്കാണല്ലോ. എനിക്കങ്ങനെ ചെയ്യണതും ഇഷ്ടമല്ല, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് മാറ്റിയിട്ട് താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് അകത്തേക്ക് മാറ്റി ഒരു മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെട്ടണുണ്ട് കേട്ടോ. വെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു 4 പീസ് നമുക്ക് എടുക്കണം. ഞാൻ ഇതിൻ്റെ 4 പീസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അക്കോബയുടെ മെറ്റീരിയൽ കിട്ടിയതുകൊണ്ട് ഞാൻ ചെയ്തത് അക്കോബയുടെ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ സെയിലിനുള്ളതിൽ അക്കോബയുടെ മെറ്റീരിയലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലുള്ള വൈറ്റ് പീസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അക്കോബയൊന്നും ഇട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടണമെന്നില്ലല്ലോ.
അതുപോലെ തന്നെ അക്കോബക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്ക് വാങ്ങിച്ച് നൈറ്റിയിലൊക്കെ അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുതലാവണ കാര്യമല്ല. അപ്പോൾ ആ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 1.5 ഇഞ്ച് അകത്തേക്ക് മാറ്റി ഒരു മാർക്ക് ഇട്ടില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടോ? ഇനി ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്നും കൂടെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. വേസ്റ്റ് പോവാത്ത വിധം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് വെച്ച് മോൾ ഭാഗം മനസ്സിലാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു നോട്ട്സ് ഇട്ടത്. അത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം മോൾ ഭാഗത്ത് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, അയ്യോ മോൾ ഭാഗം എവിടെയാണ്, സൈഡ് ഏതാണെന്നൊക്കെ മനസ്സിലാവാത്ത പോലെ. അപ്പോൾ അത് വെട്ടിയെടുക്കുമ്പോൾ ഷോൾഡർ ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഒരു നോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് തെറ്റിപ്പോവില്ല, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അതേ അളവിൽ തന്നെ ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു അക്കോബ ഇരിക്കുന്നത് കണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതാ ഈ ഭാഗം ഉണ്ടല്ലോ ഒന്ന് നോട്ട്സ് ഇട്ടേക്കാം. ഇത് മോൾ ഭാഗം വരേണ്ട ആ ഒരു സ്പോട്ടാണ്, അവിടെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ പോകണം. അപ്പോൾ തിരിഞ്ഞ് പോകാതിരിക്കാനാണ് 4 പീസിലും ഒരേപോലെ നോട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ എന്താ ചെയ്തതെന്ന്? അപ്പോൾ ഇതാണ് നമുക്ക് കോളർ വെക്കേണ്ട പീസ്. ബാക്കിയുള്ളത് ഈ പീസ് നല്ലതാട്ടോ, വൈറ്റ് പീസ് നല്ല പീസാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ക്രോസ് പീസ് എടുക്കണം, കൈ എടുക്കണം. അപ്പോൾ നമുക്ക് കൈ എടുക്കാനായിട്ട് ഈ ഒറ്റ പീസല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൈ എടുക്കണം. കൈ കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രത്തോളം, ഇതിന് എലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ലീവാണ് കേട്ടോ മോഡലായിട്ട് വന്നിട്ടുള്ളത്. 3/4 വേണമെങ്കിൽ അടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് സൈഡിൽ നിന്നുള്ള പീസൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ഒരു മുട്ട് വരെയുള്ള ഇറക്കത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ 3/4 വേണമെന്നൊക്കെ നിർബന്ധമുള്ളവരുണ്ടാവുമല്ലോ. ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ, ചെറിയ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-18 വയസ്സായത് 20-22 വയസ്സായ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത്രയുള്ള അതൊക്കെ ഇടുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തയ്ച്ചെടുത്താൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, പലരും അങ്ങനെ പലതും പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. നമ്മൾ ഡ്രസ്സ് എങ്ങനത്തെ ധരിക്കണം, നമ്മൾ ഡ്രസ്സ് ഏത് മോഡലിൽ ഇടണം, സാരി എങ്ങനെ ഇടണം, ചുരിദാർ എങ്ങനെ ഇടണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്കുണ്ടല്ലോ അയ്യോ ഇത്ര വയസ്സായിട്ടും ചുരിദാർ ഇട്ടിട്ട് നടക്കണം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ വരും, മറ്റുള്ളവർ പറയും. അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ, അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അപ്പം എന്നാൽ ഞാൻ കൈവീതി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 3 ഇഞ്ചോളം കൂടുതൽ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അളന്നെടുത്തതിന് ശേഷം ഒരു 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അവിടെ മുകളിൽ നിന്ന് 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് കൈയിൻ്റെ ചരിവ്, നൈറ്റിയുടെ കൈ എടുക്കണേക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ ചരിവ് വരച്ചിട്ടുണ്ട്. ഇനി ഇതാ നോക്കി നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കണം. കൈ നമ്മൾ സാധാരണ എടുക്കണ പോലെ തന്നെ, പക്ഷേ കുറച്ച് വീതി കൂടുതലായിരിക്കുമെന്ന് മാത്രം. സാധാരണ കൈ എടുക്കണതിനേക്കാളും കുറച്ചുകൂടെ വീതി ഉണ്ടാവും. അത് താഴ്ഭാഗത്തെ എലാസ്റ്റിക് ഇടാനും മുകളിൽ ചുരുക്കിന് കിട്ടുമെന്നുണ്ടെങ്കിൽ ചുരുക്കിടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ്. കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാമായിരുന്നു എന്ന് ഞാനിങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, ഇനി പോട്ടെ, ഇപ്പോൾ ഇനി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വീതി എടുത്തിട്ട് നമുക്ക് മുകളിലും കൂടെ, എനിക്ക് ഒരു പ്ലീറ്റ്സ് ഇട്ടപ്പോൾ ഒരു 3-4 പ്ലീറ്റ്സേ മുകളിൽ കിട്ടിയുള്ളൂ, എന്നാലും കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വീതി എടുക്കുകയാണെങ്കിൽ ഒരു 5-6 പ്ലീറ്റ്സൊക്കെ വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ആ കൈ വെട്ടിയതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണത്? തയ്ക്കാൻ പറ്റുമെന്നൊക്കെ തോന്നണുണ്ടോ? അങ്ങനെയാണെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തയ്ക്കണ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും. ഞാനത് രണ്ടും കൂടെ ഒറ്റ വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ടോ, പക്ഷേ ഉണ്ടല്ലോ അപ്പോൾ ഒത്തിരി ലെങ്ത്ത് 40 മിനിറ്റിന് എബോവ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്നെ കാണാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ചെയ്ത് വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉടനെ വരും. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ട്, എന്നെ വിളിക്കുക കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. താങ്ക്